ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാടേക്കാണ്. ബോണക്കാട് എസ്റ്റേറ്റ് ഇതിനകം പ്രസിദ്ധമാണ്. പല വ്ലോഗുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ യാത്ര സാധാരണ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു നിന്നൊക്കെയല്ലേ വരിക. ഇത് നമ്മൾ കാട്ടിനുള്ളിൽ നിന്ന് വന്ന് നേരെ ബോണക്കാട് എസ്റ്റേറ്റ് കാണാൻ പോവുകയാണ്. ടി എസ്റ്റേറ്റിൻ്റെ പഴയ ഓഫീസും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടില്ലേ, മണ്ണിട്ട റോഡാണ്. ഞങ്ങൾ വരുന്നത് അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് കഴിഞ്ഞിട്ട് അഗസ്ത്യാർകൂടം ബോണക്കാട് ഓഫീസുണ്ട്, അവിടെ നിന്നുള്ള യാത്രയാണ് നമ്മളീ കാണുന്നത്. ബോണക്കാട് ടി എസ്റ്റേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം നമുക്ക് കാട്ടിൽ കൂടിയുള്ള യാത്രയും എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുന്നു. ഇതിപ്പോൾ ഒരു ടാറിടാത്ത റോഡാണ്, അതുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന വഴിയാണ്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും ഹോട്ടലുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം. ഇത് ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ ടാറിടാത്ത റോഡുള്ള. ഇത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഉടൻ ടി എസ്റ്റേറ്റിൻ്റെ അവിടെ എത്തും. അവിടെ എത്തി അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കുക, അതിനുശേഷം വിതുരയിലേക്ക് പോവുക. അപ്പോൾ ഇതിനിടയ്ക്കുള്ള വഴി കാട്ടിലൂടെയുള്ള റോഡാണ്, അതാണ് ഒരു പ്രത്യേകത. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അഗസ്ത്യാർകൂടം കയറിയപ്പോൾ മുഴുവൻ അരുവികളും ഗംഭീരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. അത് കൂടാതെയാണ് നമുക്കിവിടെ ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യാം എന്ന രീതിയിൽ ഇത് എടുക്കുന്നത്. നമ്മൾ അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിനൊക്കെ വരുന്നവർ നേരെ ബോണക്കാട് ടി എസ്റ്റേറ്റിൻ്റെ അവിടെ വരെ ബസ്സുള്ളൂ. അതിനുശേഷം ഇങ്ങോട്ട് നടന്നാണ് എത്തുക. ഏതാണ്ട് 2.5 കിലോമീറ്റർ ഈ ദൂരമുണ്ട്, നമ്മളിപ്പോൾ ഈ സഞ്ചരിക്കുന്ന ദൂരമുണ്ട്. അപ്പോൾ അതിനൊക്കെ വരുന്നവർക്ക് സ്വന്തമായി വണ്ടി ഉണ്ടെങ്കിൽ ഇത്ര ദൂരം നടക്കാതിരിക്കാം. കാരണം പിന്നെയും നടത്തമാണ്. ഏതാണ്ട് 3 ദിവസം കൊണ്ട് 10-40 കിലോമീറ്ററിന് മുകളിലാണ് നമ്മൾ നടക്കുന്നത്. അതും വമ്പൻ മല. ഒരു പക്ഷേ ഏറ്റവും ദുർഘടമായ ട്രക്കിംഗ് എന്ന് തന്നെ പറയാവുന്ന ഒരു യാത്രയാണത്. അത് കഴിഞ്ഞിട്ട് നല്ല ടയേർഡായിട്ടാണ്. പക്ഷേ ഈ ബോണക്കാട് ടി എസ്റ്റേറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വീഡിയോ ഒരു വ്ളോഗായി തന്നെ ഇടണം എന്ന് വെച്ചത്. എൻ്റെ ഒപ്പം ട്രക്കിങ്ങിനുള്ള സുഹൃത്തുമുണ്ട്, സുഹൃത്തിനെ ഞാൻ കാണിച്ചു തരാം. ഏതാണ്ട് ബോണക്കാട് വരെ ടാർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇത്ര ദൂരം മാത്രം ടാർ ചെയ്യാത്തതെന്ന് അറിയില്ല. ഇനി ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണോ എന്നും അറിയില്ല. ബോർഡൊക്കെ പക്ഷേ അവിടെയാണത്. ഇവിടെ പക്ഷേ എവിടെ ബോർഡൊന്നും കണ്ടില്ല. വകുപ്പിൻ്റെ സ്ഥലമെന്നോ സാധാരണ അങ്ങനെ എഴുതി വെക്കുമല്ലോ, അതൊന്നും കണ്ടില്ല. ബോണക്കാട് ഏതാണ്ട് പൂർണ്ണമായിട്ടൊരു തമിഴ് കൾച്ചറുള്ള സ്ഥലമാണ്. തൊഴിലാളികളുമൊക്കെ തമിഴ് ആണ്. അവിടുത്തെ തേയില ഫാക്ടറി പൂട്ടിപ്പോയി. അതിനുശേഷം അവരിൽ പലരും ഇവിടെ ഈ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൽ ഗൈഡായിട്ടൊക്കെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ ഒരു ജീവിതമാർഗം മുന്നോട്ട് പോകുന്നത്. ഒരു വലിയ പാറയൊക്കെ റോഡിൽ അടിച്ച് നിരത്തിയിരിക്കുന്ന റോഡാട്ടോ. അതുകൊണ്ട് കുറച്ച് ഒരു ചെറിയൊരു ഓഫ് റോഡ് ഫീൽ കിട്ടുന്ന സ്ഥലം കൂടിയാണ്. അടിപൊളി. ഇവിടെ ഇത് കണ്ടോ റോഡ് സൈഡിൽ, അത് നമ്മൾ മൂന്നാറിൽ കാണുന്ന പോലുള്ള മരമാണോ സംശയമുണ്ട്. ഇതെന്ത് പൂവാ? കൊന്നയാണല്ലേ, നമ്മുടെ നാട്ടിൽ ചീമക്കൊന്നയാണ്. അടിപൊളി, എന്ത് രസമാണ്. എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് പൂത്ത് നിൽക്കുമ്പോഴേ. ഓ, ഇവിടെ നിറയെ അതുണ്ട് കേട്ടോ. അതെ അതെ, വേലിക്കൊന്നേന്നൊക്കെ പറയും. ഓ, ഇവിടെ നിറയെ ഇതാ കേട്ടോ. ആഹാ, പോകുന്ന വഴി നിറച്ചിതാണല്ലോ.
തറയിലൊക്കെയും കിടപ്പുണ്ട് പൂവ്. നമ്മളിത് അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ലേ അതെ, നിറയെ പശുക്കളുണ്ട്. വീണ്ടും ഒരു ചെറിയ അരുവി. എല്ലാം കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഞാൻ ഈ കൊന്ന ഇത്രയും പൂത്ത് നിൽക്കുന്ന കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഈ കളർ തന്നെയാണോ ഈ കൊന്നയ്ക്കുള്ള പൂവ്? ശരി, എനിക്കത് പുതിയ അറിവാണ്. അടുത്ത വീണ്ടും ഒരു അരുവി. നിറയെ പശുക്കളുണ്ട് കേട്ടോ. ഇതെന്ത് മരവാ? അക്കേഷ്യയാണോ? ഓ, ചവിട്ടയോ? ചൗക്കയോ? ഇതെന്തിനു ഉപയോഗിക്കുന്ന മരവാ? ഓ, അത് ശരി. ബോയിലേഴ്സിന് ഫയർവുഡായിട്ട് ഉപയോഗിക്കുന്ന ഇതാണത്രേ. എനിക്കറിയില്ല, മൂന്നാറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഓ, പഴയ. അത് ശരി. ഇത് നല്ല ചൂടുള്ള വിറകാണ് ഇതെന്ന്. തേയിലത്തോട്ടം പണ്ടുണ്ടായിരുന്നതുകൊണ്ട് നട്ടുപിടിപ്പിച്ചാണ്. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ക്ഷേത്രം പോലൊരു സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ലയങ്ങളല്ലേ? അഗസ്ത്യമുനിയാണേ. അപ്പോഴാണിതാ മയിലുകൾ 2 നിൽക്കുന്നു. ആൺമയിൽ തന്നെയാണല്ലോ ഇത് അല്ലേ? 2 കേട്ടോ. കാണാൻ പറ്റില്ലായിരിക്കില്ലേ നിങ്ങൾക്ക്? അത് നമ്മുടെ ക്യാമറ കണ്ടങ്ങ് പോവുക കേട്ടോ, ഉള്ളിലേക്ക് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് തോന്നുന്നു അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. അഗസ്ത്യാർകൂടത്തിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയാവുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇതാ അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠ കണ്ടോ, അഗസ്ത്യമുനി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും പോവാണ്. ഇതൊരു വിശ്വാസപരമായ കേന്ദ്രം കൂടി, ലയങ്ങളാണ്. അതിനുള്ളിൽ കൂടി നമ്മളിങ്ങനെ പതുക്കെ പോവാണ്. ആ കാണുന്നതാണ് ടി എസ്റ്റേറ്റ് അല്ലേ? ഒരു കാലത്ത് ഇവിടെ ഇതെന്താ സാധനം? ഇപ്പുറത്ത് കാണുന്ന വലിയ വലിയ 2 കവാടം പോലെ. എന്തെങ്കിലും ഒരു കെട്ടിടം പൊളിഞ്ഞു പോയതായിരിക്കും. മുകളിലൊക്കെ ഉണ്ട് കേട്ടോ, ടി എസ്റ്റേറ്റ് പോലെ. നമുക്ക് ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, വെള്ളച്ചാട്ടം. അടിപൊളി. കാട്ടിൽ നിന്ന് വരുന്ന ആടിക്കും. പ്രതാപകാലത്ത് ഇത് നല്ലൊരു സ്ഥലമായിരുന്നിരിക്കണം. ഉറപ്പല്ലേ? ബോണക്കാട്. ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. കയറി നോക്കിയാൽ അത് എവിടെയാ? അത് ഇവിടെ തന്നെ മേളിൽ കാണാം. മേളിൽ ചോറുണ്ടോ? പഴയ ക്യാൻറ്റീൻ ആയിരുന്നിരിക്കണം. എന്നിട്ട് അങ്ങനെയാണ്. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് അടിച്ചിട്ട് ഉള്ള ഫ്രഷായി കിട്ടുന്ന എന്താന്ന് വെച്ചാൽ നോക്കാം. ചേട്ടാ എന്താ ഉള്ള കഴിക്കാൻ? എന്നാ വരുന്നു, വരുന്നു. നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അളിയ. ഇപ്പം നന്നായില്ലേ അളിയ? നമ്മൾ മറ്റിടത്തുനിന്ന് അത് മേടിക്കാൻ. അതുകൊണ്ട് നേരെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ചോറുണ്ടെന്ന് തോന്നുന്നു. ഹോട്ടൽ പൊതിക്കൈ ഇങ്ങനൊരു പേര് ആദ്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അഗസ്ത്യാർകൂടം 24 കിലോമീറ്റർ വാങ്ങിച്ചാൽ ആഹാരം ചെയ്ത് കൊടുക്കുന്നു. എന്താ കൈ കഴുകുന്ന എവിടെ? കൈ കഴുകുന്ന എവിടെയാ ചേട്ടാ? മുകളിലാണ്. ഈ ടി എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗം കണ്ടില്ലേ? ടി എസ്റ്റേറ്റ് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ.
തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഇങ്ങനെ കൊടുക്കും ഈ ഹോട്ടൽ. നല്ല വ്യൂ ഉള്ളൊരു ഹോട്ടൽ കൂടിയാണ് കേട്ടോ. താഴെ അരുവി, താഴെ പശുവൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അരുവിയാണ്, തോടാണ് താഴെ. ആണോ? ചേട്ടൻ ചേട്ടൻ എന്തായിരുന്നു അവിടെ ജോലി ചെയ്യുന്നത്? ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഫാക്ടറിയിലായിരുന്നു. എന്ത് തൊഴിലായിരുന്നു? എന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ചേട്ടൻ? തേയിലയുടെ വർക്കായിരുന്നു. 2002 വരെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നോ? എത്ര തൊഴിലാളികളുണ്ടായിരുന്നു 2002 പിരിയുമ്പോൾ? 750 പേരുണ്ടായിരുന്നു. അത്രയും വലിയ സംഭവമായിരുന്നു അല്ലേ? 750 പേര്. ഓണത്തിന് ഓണം കിറ്റ് കിട്ടും. അതെല്ലാവർക്കും കിട്ടുന്ന കിറ്റല്ലേ? എല്ലാ ഈ എസ്റ്റേറ്റ് മേഖലയില് ഉള്ളവർക്ക് എല്ലാവർക്കും അല്ല. അത് 2000 രൂപ 1000 രൂപ കിറ്റ്, 2000 രൂപ ഓൺ അഡ്വാൻസ് ആയിട്ട്. ശരി. നല്ല തൂശ നിലയിലാണോ? വേറെന്തുണ്ട് ചേട്ടാ കറി? ഓംലെറ്റ് മതി. എനിക്കൊരു ഡബിൾ ചേട്ടനോ? ഇത് പഴയ ക്യാൻറ്റീനായിരുന്നു ചേട്ടാ. ക്യാൻറ്റീൻ അപ്പുറത്തായിരുന്നു, അതെല്ലാം പൊളിച്ച് അതായിരിക്കും. അതാണ് പൊളിഞ്ഞിടന്ന പഴയ ക്യാൻറ്റീനാണോ? അതന്നെ പഴയ ക്യാൻറ്റീൻ. ശരി. പിന്നെ ഇവിടെ ടൂറിസ്റ്റ് മേഖല ആരും വിടുന്നില്ല, അതാണ് ഏറ്റവും ഒരു അടി. ടൂറിസ്റ്റായിട്ട് അങ്ങനെ ആള് വരുന്നില്ല അല്ലേ? ഇല്ല, കയറ്റി വിട്ടാലേ വരുന്നുണ്ട്, കയറ്റി വിടുന്നുണ്ട്. അത് എല്ലാവർക്കും ഒരു ഭാഗത്തില്ല, ഒരു വരുന്നവരെ ബസ്സിൽ കയറ്റി അങ്ങ് പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ സംഭവം നടക്കുന്നത്. അത് ശരി. ടൂറിസ്റ്റുകൾ അങ്ങനെ ഇവിടെ. പക്ഷെ വേറെ കാണാൻ എന്താ ഉള്ളത്? അവിടെ മോളൊരു ബംഗ്ലാവുണ്ട്. ഏതിന്റെ? മറ്റേ എന്തോ പ്രേത ബംഗ്ലാവോ? അതെവിടെയാണ്? അതങ്ങ് പോകുന്നത് ഒരു 4 കിലോമീറ്റർ വരും. ആണല്ലേ? കുറച്ച് റോഡ് മോശമാണ്. ചിക്കൻ കറിയുണ്ട്, കഴിച്ചോ? നോക്കി കഴിച്ചോ. ചാറ് ഒഴിക്കുക. ചാറ് നോക്കട്ടെ. അത് വെച്ചേക്കാം, ഞാൻ വെച്ചേക്കാം. ഒരു ഡബിൾ ഓംലെറ്റ് കൂടെ മേടിച്ചു. ബോണക്കാട് സ്പെഷ്യൽ ഡബിൾ ഓംലെറ്റ്. അപ്പം നമ്മൾ പഴയ എന്ത് ഫാക്ടറി? തേയില ഫാക്ടറിക്കുള്ളിലാണ്. ബോണക്കാട് തേയില ഫാക്ടറിക്കുള്ളിലേക്ക് കയറുകയാണ്. ഒരുപാട് ഓർമ്മയും ചരിത്രമൊക്കെ ഇല്ല. 2002 വരെ പ്രവർത്തിച്ചു അല്ലേ? അതെ. ഇപ്പോൾ കുറേ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പഴയത് ആ മെഷീനൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പശുക്കളാണ് ഇപ്പം മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെ. നോക്കൂ, ഇതൊക്കെ എന്തുതരം മെഷീനാണെന്ന് പോലും നമുക്കറിയില്ല. ഈ കിടക്കുന്നത് എന്താണാവോ? തേയിലപ്പൊടി വല്ലതും ആണോ? പഴയ ഇതാണ് ഇതിൻ്റെ മെയിൻ ഹോൾ. ചാണകമായി കിടക്കും. ചാണകം താഴെയുണ്ടല്ലേ? നോക്ക്, ഇവിടെ ചാണകം ഉണക്കാനിട്ടിരിക്കുന്നു. അതിപ്പോൾ പശുക്കളുടെ താവളമാണിത്. ഇതിൻ്റെ വേറെ കുറച്ച് മെഷീൻ ഇരിക്കുന്ന സ്ഥലം. പോർട്ട് എഞ്ചിനീയറിംഗ് വർക്ക്സ് ലിമിറ്റഡ്. എവിടെയെങ്കിലും തേയില ഫാക്ടറി പോയിട്ടുണ്ടോ നേരത്തെ? തേയില ഫാക്ടറി പോയിട്ടില്ലല്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു മുഖം. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു ഭാഗം ഇതൊക്കെയാണ്. ഒരു വമ്പൻ ബിൽഡിംഗ് ആയിരുന്നു.
എല്ലാം തുരുമ്പെടുത്തില്ലാതായി ചേട്ടാ. അപ്പോൾ കണ്ട, ഇതാണ് ബോണക്കാട് ടീ ഫാക്ടറി പഴയത്. നമ്മൾ ഉള്ളിലുള്ള കാഴ്ച കണ്ടു. വെറുതെ ഇങ്ങനെ ബൈക്ക് റൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ദിവസം വരാവുന്ന സ്ഥലമാണ് ബോണക്കാട്. പക്ഷേ ഇപ്പോൾ ആ കടയിലെ ചേട്ടൻ പറയുന്നതനുസരിച്ചിട്ട് ഈ ബോണക്കാടേക്ക് സാധാരണ പ്രൈവറ്റ് വണ്ടികളൊന്നും വിടില്ല. താഴെ ഫോറസ്റ്റിൻ്റെ ചെക്കിംഗ് സ്റ്റേഷനുണ്ട്, അവിടെ വെച്ച് വാഹനം തടയും. ഇവിടേക്ക് ടൂറിസം അനുവദിക്കുന്നില്ല, ടൂറിസ്റ്റുകളെ ആരെയും കടത്തി വിടുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് ഇവിടെ എത്തിയതാണ്. ഇഷ്ടംപോലെ പക്ഷികൾ റോഡിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും ഈ പറഞ്ഞ പോലെ ഒരുപാട് വണ്ടികൾ വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു പരിധിവരെ നമ്മുടെ ഇപ്പോഴത്തെ ഈ യാത്ര ഒരു എക്സ്ക്ലൂസീവ് യാത്രയാണെന്ന് തന്നെ പറയാം. കാരണം കോമൺ പെട്ടെന്ന് വിചാരിച്ചാൽ ആർക്കും വരാൻ പറ്റില്ലല്ലോ. ഈ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് വരുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഈ വശത്തൊക്കെ ഇഷ്ടംപോലെ തേയില വലിയ മരങ്ങളായിട്ട് നിൽക്കുന്ന കാണാം. അതായത് പണ്ട് ഈ എസ്റ്റേറ്റ് പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതാണ്. 2002 ശേഷം അതാരും തിരിഞ്ഞു നോക്കുന്നില്ല. അതോടെ അത് കാട് പിടിച്ച് കിടക്കുകയാണ്. റോഡ് പക്ഷേ ഭയങ്കര മോശമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എസ്റ്റേറ്റ് വിട്ട് പതുക്കെ കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ. റോഡും കുറച്ചുകൂടെ ബെറ്ററായി. നല്ല രസമുള്ള ശാന്തമായ കാടാണ്. ഇവിടെ എങ്ങൊന്നും അങ്ങനെ വന്യജീവികളുടെ കാര്യമായ ആക്രമണമോ റോഡിൽ അങ്ങനെ ഇറങ്ങി വരുന്നതോ ഒന്നും ഇല്ല എന്നുള്ളതാണ് നമുക്കുള്ള വിവരം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പച്ചപ്പിനുള്ളിൽ കൂടിയുള്ളൊരു യാത്ര അതൊരു വല്ലാത്ത അനുഭൂതി തന്നെയാണ്. എന്താ പറയുക, നമുക്ക് മരങ്ങളിങ്ങനെ നമുക്ക് തണലൊരുക്കി നിൽക്കാം. അയ്യോ, എന്തോ ഒരു ബേർഡ് ക്രോസ് ചെയ്ത് കേട്ടോ. എന്ത് ബേർഡാണെന്ന് അറിയില്ല. ചിലപ്പോൾ റീടേക്ക് ഇതെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മളിതാ കാണിത്തടം ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ വരെയാണ് സാധാരണക്കാർക്ക് പെർമിഷൻ ഉള്ളത്. ഇതിനപ്പുറത്തേക്ക് വനംവകുപ്പിൻ്റെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ കഴിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു യാത്രയിൽ കാണാം. അതുവരെ താങ്ക് യു.